ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള എൻ്റെ യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതൊരു വ്ളോഗാണ്, പക്ഷേ ഇത് വെറും ഒരു യാത്രാ വ്ളോഗാണെന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ റെക്കോർഡ് വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ് കാണുക. ഡേ ഔട്ട് ഈറ്റ് ആൻഡ് ഷോപ്പിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ പറഞ്ഞ് തീർന്നിട്ടില്ല, അപ്പോഴത്തേക്ക് നോക്കുക ആരെയാണ് നമ്മൾ കണ്ടതെന്ന്. ഇപ്രാവശ്യം ഒരുപാട് ആനകളെ കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ വരെ ഈ ഏപ്രിൽ ടൈം ബാംഗ്ലൂരിൽ നിന്ന് കാലിക്കറ്റിലേക്ക് ട്രാവൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഈ ടൈം ഞാൻ വരുന്നത്. പക്ഷെ ഒരുപാട് അടിപൊളി കാഴ്ചകൾ കണ്ടു. ഇത് നോക്കൂ, ഒരാനേൻ്റെ ഫാമിലിയാണെന്ന് തോന്നുന്നു. അച്ഛൻ, അമ്മ, അതാ ആ കുട്ടീനെ നോക്കൂ, എന്തൊരു ക്യൂട്ടാണെന്ന് നോക്കിക്കേ. ശരിക്കും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ ശരിക്കും അതും ഇത്ര അടുത്തുനിന്ന്, അപ്പോൾ ഒരുപാട് സന്തോഷമായി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ഒരുപാട് ആനകളെ കണ്ടു കേട്ടോ. അതായത് ഒരു 5-6 എണ്ണത്തിനെങ്കിലും കണ്ടിട്ടുണ്ടാവും. തുടരെ ആനകളായിരുന്നു. എനിക്ക് തോന്നുന്നത് വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ കിട്ടാത്തതിനെ കൊണ്ട് ഇവരെല്ലാം ഇങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് വരുന്നതാണെന്ന് തോന്നുന്നു. എന്തെങ്കിലും അരുവിയോ അങ്ങനെ എന്തെങ്കിലും തേടി പിടിച്ച് വരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്രാവശ്യം ഒരുപാട് എണ്ണത്തിനെ കണ്ടു കേട്ടോ. ഒരുപാട് സന്തോഷമായി. ഇതാ അടുത്തത്. അപ്പോൾ വയനാടും കിടന്നു, പിന്നെ മുത്തങ്ങ ഫോറസ്റ്റും കിടന്നു. നമ്മൾ ബന്ദിപ്പൂർ എത്തി. അപ്പോൾ ഇത് ബന്ദിപ്പൂരിലെ കാഴ്ചയാണ് കേട്ടോ. നേരത്തെ കണ്ടത് വയനാടായിരുന്നു, ചുരം ഇറങ്ങി കഴിഞ്ഞപ്പോഴുള്ള മുത്തങ്ങ ആ ഏരിയയിലൂടെ. അപ്പോൾ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ, അതായത് ഞങ്ങളൊരു 5 മണിക്കൊക്കെ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാഴ്ചകളെല്ലാം കാണാം. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എപ്പോഴും ഈ റൂട്ടിലൂടെ മുമ്പ് യാത്ര ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതുക. കാരണം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അധികം റെസ്റ്റോറൻറ്റ്സൊക്കെ രാവിലെ സമയത്ത് അധികം ഓപ്പൺ അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു കോഫി ഡേയിൽ ഞങ്ങൾ നിർത്തി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഏത് സ്ഥലത്താണുള്ളത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊരു നല്ല ബ്രേക്കിന് വേണ്ടിയിട്ട് അവിടെ നിർത്താം, കുറച്ച് റിലാക്സ് ചെയ്യാം. അപ്പോൾ മാംഗോ മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ കോൾഡ് കോഫി ഓർഡർ ചെയ്തു. ഇവിടുത്തെ കോൾഡ് കോഫി അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ മറ്റേത് അൽഫോൺസ മാംഗോ ഷേക്ക്, അതും ഓർഡർ ചെയ്തു ഒന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് നേരത്തെ യാത്രേൻ്റെ ഇടയ്ക്ക് സ്ത്രീകൾക്കൊക്കെ വിശ്രമിക്കാനും പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയ നല്ല ആംബിയൻസുള്ള നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ ജേണിയിലുടനീളം സീനിക്കായിട്ടുള്ള ഒരുപാട് നല്ല വ്യൂസ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ട നല്ലൊരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല കുറേ താമരകൾ, പിന്നെ അതുപോലെ തന്നെ സൺഫ്ലവറിൻ്റെ ഗാർഡൻ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ 10 റുപ്പീസ് എൻട്രി ഫീസ്, അത് റീസണബിളാണ്. കാരണം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് അവർ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ പോയി എൻജോയ് ചെയ്യാനും ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ദാറ്റ് ഈസ് ആക്ച്വലി റീസണബിൾ ഒല്ലി. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ്, കണ്ണിന് നല്ല കുളിർമ തരുന്ന അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലം. അപ്പോൾ ഇത്ര വലുപ്പമുള്ള താമരകൾ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ മാത്രമാണ് ഞാൻ കണ്ടത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ലോങ് ജേണീൻ്റെ ടയേർഡ്നെസ് എല്ലാം ഇങ്ങനെ ഒരു സ്ഥലത്ത് കുറച്ച് നേരം നിന്നാൽ നമുക്ക് മാറും. ഇടയ്ക്കൊന്ന് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം വെറുതെ ഇവിടെ ഇങ്ങനെ നിന്നാൽ തന്നെ ഒരുപാട് നമ്മുടെ മൈൻഡ് റിലാക്സ് ആവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏതാ സ്ഥലം എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഞാൻ എന്തായാലും ഈ സ്ഥലത്തിന് ടാഗ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതെല്ലാം കഴിഞ്ഞൊരു നഴ്സറിയിൽ പോയി കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങി. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ഇടാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ വന്ന അതിഥീനെ നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.